ഗൈസ് നറൂട്ടോ സീരീസിലെ ചാക്ര എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ എന്താണ് ഇൻ റിലീസ്, യാങ് റിലീസ്, ഇൻ യാങ് റിലീസ്, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ നറൂട്ടോ സീരീസ് കണ്ടു തീർന്നില്ലെങ്കിലും ഈ ഒരു സീരീസ് മുഴുവനായി കണ്ടു കഴിഞ്ഞവരാണെങ്കിലും ഈ ഇൻ റിലീസും യാങ് റിലീസും ഇൻ യാങ് റിലീസും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഇതിനെക്കുറിച്ച് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു ഷിനോബി എങ്ങനെയാണ് ചാക്ര റിലീസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഷിനോബിയുടെ മെന്റൽ എനർജിയും സ്പിരിച്വൽ എനർജിയും ഫിസിക്കൽ എനർജിയും ചേരുമ്പോഴാണ് ബോഡിയിൽ ചാക്ര റിലീസ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു ചാക്രയിലുള്ള മെന്റൽ എനർജിയെ ഇൻ എന്നും ഫിസിക്കൽ എനർജിയെ യാങ് എന്നും പറയുന്നു. പെട്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഇൻ റിലീസും അതുപോലെ തന്നെ യാങ് റിലീസും. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇൻ റിലീസ് നോക്കാം. അതായത് നെഗറ്റിവിറ്റി, ഡാർക്ക്നെസ്, മെന്റൽ എനർജി വെച്ച് ഇമാജിനേഷനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് കൂടാതെ ഒന്നുമല്ലാത്ത ഒരു സംഭവത്തിൽ നിന്നും ഒരു ഫോം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു ഒക്കെയാണ് ഇൻ റിലീസ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല, ഞാൻ ഓരോ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞു തരാം. നമ്മൾ ഷിക്കമാരു ഉപയോഗിക്കുന്ന ഷാഡോ മാനിപ്പുലേഷൻ ഇല്ലേ, അത് ഷിക്കമാരുവിന്റെ മെന്റൽ എനർജി വെച്ച് ഒന്നുമല്ലാത്ത ഒരു ജീവനും അല്ലാത്ത ഷാഡോ, അതായത് ആ ഒരു നിഴലിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഫിസിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ ഒരു ജുട്സു ഇൻ റിലീസിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻ റിലീസിൽ വരുന്നതാണ് ഗെൻജിപ്സു. മെന്റൽ എനർജി വെച്ച് ഇല്യൂഷൻസ് കാണിക്കുന്നതെല്ലാം ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതും ഇൻ റിലീസിൽ പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻ റിലീസിൽ നെഗറ്റിവിറ്റി, ഡാർക്ക്നെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അതിനൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മിനാട്ടോ നറൂട്ടോയുടെ ബോഡിയിൽ കുറാമയെ സീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അതിൽ നറൂട്ടോയുടെ പകുതി ചാക്ര മിനാട്ടോയുടെ ബോഡിയിലും പകുതി നറൂട്ടോയിലുമാണ് സീൽ ചെയ്യുന്നത്. അതിൽ കുറാമയുടെ ഇൻ ചാക്ര മിനാട്ടോയുടെ ബോഡിയിലും യാങ് ചാക്ര നറൂട്ടോയുടെ ബോഡിയിലുമാണ് സീൽ ചെയ്യുന്നത്. കാരണം ഇൻ എന്ന് പറയുന്നത് ഡാർക്ക്നെസ്, ഈവിൾ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് നറൂട്ടോയിലേക്ക് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുറാമ നറൂട്ടോയുമായി അത്ര വേഗത്തിൽ ഒരു ഫ്രണ്ടായി മാറുകയില്ല. ഇതും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇൻ റിലീസ് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി യാങ് റിലീസ് എന്താണെന്ന് നോക്കാം. യാങ് റിലീസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ഫോഴ്സ്, ഒരു ജീവനില്ലാത്ത വസ്തുവിന് ജീവൻ കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് യാങ് റിലീസിൽ വരുന്നത്. ഇതിന്റെയും നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ സീരീസിലെ ചോച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ തന്റെ ബോഡി എക്സ്പാൻഡ് ചെയ്യുന്നില്ലേ, ഇത് യാങ് റിലീസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെഞ്ചു ക്ലാനിലുള്ളവർക്കും ഈ ഒരു യാങ് റിലീസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ജീവനില്ലാത്ത വസ്തുവിനും ജീവൻ കൊടുക്കാൻ യാങ് റിലീസ് വെച്ച് കഴിയും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷിക്കമാരു ആ ഒരു ഷാഡോ ജുട്സ് യൂസ് ചെയ്യുന്നത് അത് ഇൻ റിലീസിൽ വരുന്നതാണെന്ന്. എന്നാൽ യാങ് റിലീസ് വെച്ചും ഈ ഒരു ഷാഡോക്ക് ജീവൻ കൊടുത്ത് ഇത് യൂസ് ചെയ്യാൻ സാധിക്കില്ലേ എന്ന്. എന്നാൽ അത് ഒരിക്കലും കഴിയില്ല. ഈ ഒരു ഇൻ റിലീസും യാങ് റിലീസും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഹാഗറോമോ ഒട്ടുട്സുക്കിയാണ്. അതായത് നമ്മുടെ ഹാഗറോമോ ആണെങ്കിൽ തന്റെ ഇൻ റിലീസ് വെച്ച് തന്റെ ഇമാജിനേഷനിൽ ആ ഒരു 10 ടെയിലിനെ 9 ടെയിൽ ബീസ്റ്റുകളായി തിരിച്ചു. അത് കഴിഞ്ഞ് യാങ് റിലീസ് വെച്ച് ആ ഒരു 9 ടെയിൽ ബീസ്റ്റിനും ജീവൻ കൊടുക്കുകയും ചെയ്തു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇൻ റിലീസ് വെച്ച് ആ ഒരു ഇമാജിനേഷനിൽ ടെയിൽ ബീസ്റ്റിനൊക്കെ ക്രിയേറ്റ് ചെയ്തു. യാങ് റിലീസ് വെച്ച് അതിനൊക്കെ ജീവൻ കൊടുക്കുകയും ചെയ്തു. ഇത് രണ്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻ യാങ് റിലീസ്. അതുപോലെ തന്നെ ഇത് തന്നെയാണ് ഇസനാഗിയും. അതായത് ഡാൻസോ വാസസ് സാസ്കെ എന്ന ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡാൻസോ മരിക്കുകയും പിന്നീട് ജീവനോടെ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ താൻ മരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ താൻ ഇമാജിനേഷനിൽ ജീവനോടെ പുതിയൊരു ബോഡിയിൽ വരുന്നതും പിന്നെ അത് റിയാലിറ്റിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇത് ഹാഗറോമോ ലെവലിലൊന്നും വരില്ലെങ്കിലും അതിന്റെ ഒരു ചെറിയ വേർഷനാണ് ഇസനാക്കി. അതുപോലെ തന്നെ ഈ ഒരു ഇൻ റിലീസും യാങ് റിലീസും ഹാഗറോമോ കഴിഞ്ഞ് പിന്നീട് ഒബീറ്റോ, മാദറ, നറൂട്ടോ ഇവരൊക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മുടെ ഒബീറ്റോയും മാദറയും നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും 10 ടെയിൽ സെഞ്ചുറിക്ക് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്നും യാങ്ങും റിലീസ് ചെയ്യാൻ സാധിക്കും. ഇന്നും യാങ്ങും റിലീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ട്രൂത്ത് സീക്കിംഗ് ഓർബും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ട്രൂത്ത് സീക്കിംഗ് ഓർബിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ജസ്റ്റ് ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു ഇന്നും യാങ്ങിലും വരാത്ത ഒന്നാണ് സെൻജുട്സു. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ കൂടുതലായി ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ഇനി ഈ ഒരു ഇന്നും യാങ്ങിനെ കുറിച്ചും കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മൾ ഷിക്കമാരു ഉപയോഗിക്കുന്ന ആ ഒരു ഷാഡോ ജുട്സു ഇല്ലേ, അത് ഇൻ റിലീസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ചോച്ചോ യൂസ് ചെയ്യുന്ന ബോഡി എക്സ്പാൻഡ് ചെയ്യുന്നത് യാങ് റിലീസും. അതുപോലെ തന്നെ നമ്മുടെ ഈനോ ഇല്ലേ, പുള്ളിക്കാരി യൂസ് ചെയ്യുന്ന ആ ഒരു ജിപ്സു ഇൻ റിലീസിനാണ് വരുന്നത്. ഇനി യാങ് റിലീസിന് ഒരു എക്സാമ്പിൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നറൂട്ടോ
വാറിന്റെ സമയത്ത് ഹാഗറോമയുടെ കയ്യിൽ നിന്നും യാങ് റിലീസ് വാങ്ങും. കൂടാതെ എല്ലാ ടെയിൽ ബീസ്റ്റിന്റെയും ചാക്ര അല്ലെങ്കിൽ പവേഴ്സ് ഉള്ളതുകൊണ്ട് നറൂട്ടോക്കും 10 ടൈൽസിന്റെ പവർ ഉണ്ട്. അതുകൊണ്ട് നറൂട്ടോക്ക് ഇന്നും യാങ്ങും റിലീസ് ചെയ്യാൻ സാധിക്കും. ഇനി വാറിന്റെ ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാദറ നമ്മുടെ കക്കാഷിയുടെ ഷെറിംഗൻ എടുത്ത് പോയ സമയത്ത് നമ്മുടെ നറൂട്ടോ ഇൻ റിലീസ് വെച്ച് ഇമാജിനേഷനിൽ കക്കാഷിക്ക് ആ ഒരു കണ്ണിന്റെ ഫോം കൊണ്ടുവരും. പിന്നീട് യാങ് റിലീസ് വെച്ച് അതിനൊരു പെർഫെക്റ്റ് ഫോം കൊണ്ടുവരികയും ജീവൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇൻ റിലീസും യാങ് റിലീസും ഇൻ യാങ് റിലീസും ഒക്കെ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.